ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അവന്തിക മീരയെ വിളിക്കുന്നതാണ്. നന്ദേട്ടന്റെയും അനൂപിന്റെയും ഒക്കെ തന്നെ അപകടത്തിന് പിന്നിൽ അർച്ചനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകദോഷമാണെന്ന് വരുത്തി തീർക്കുകയാണ് അവന്തിക. അങ്ങനെ അവന്തികയുടെ വാക്കുകളിൽ വീഴുകയാണ് മീരയും. എനിക്ക് ജോത്സ്യനെ നേരിട്ട് പോയി കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് കൺസൾട്ടിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഇത് തന്നെയാ പറഞ്ഞത്, കുഞ്ഞിന്റെ ജാതകദോഷം കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ഇതെല്ലാം കേൾക്കുന്ന മീര ഞെട്ടിലോടെ നിൽക്കുകയാണ്. മീരയ്ക്ക് സംശയം വല്ലതുമുണ്ടെങ്കിൽ മീരയും ചെന്നൊരു ജോത്സ്യനെ കണ്ടു നോക്ക്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ആരോടും പറയാൻ നിൽക്കണ്ട. അവിടെയുള്ളതേ അർച്ചനയുടെ അച്ഛനും അമ്മയുമാണ്. നീയോ വന്നു കയറിയ മരുമകളും. അതുകൊണ്ട് എന്താണെങ്കിലും അവരവരുടെ മകൾക്ക് മാത്രമേ പ്രാധാന്യം കൂടുതൽ കൊടുക്കുകയുള്ളൂ. പിന്നെ ഈ പ്രശ്നത്തിന് ഏറ്റവും അടുത്ത് തന്നെ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഞാനും നീയുമൊക്കെ ഇനി മുതൽ വിധവ എന്ന ലേബലിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. ഇതൊക്കെ കേൾക്കുന്ന മീര ശരിക്കും ഭയത്തോടെ നിൽക്കുകയാണ്. എന്റെ ജോത്സ്യൻ എന്തെങ്കിലും പരിഹാരം പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചറിയിക്കാമെന്നും നീയും ജോത്സ്യരെ പോയി കാണാൻ പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുകയാണ്. തന്റെ പ്ലാൻ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. മീരയെ വെച്ചായിരിക്കും ഞാൻ ഇനി മുമ്പോട്ടുള്ള കളികളെല്ലാം തന്നെ കളിക്കാൻ പോകുന്നത്. സ്വന്തം താലിയേറ്റു പോകുമെന്ന് വെച്ചാലേ അവള് ഏതറ്റം വരെ പോകുമെന്നും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. മാഷിന്റെ ദേഹത്തെല്ലാം ചൂട് വെച്ച് കൊടുക്കുന്ന കമലയാണ് കാണിക്കുന്നത്. അതേസമയം അർച്ചനയും സച്ചിയും കൂടി വൃന്ദാവനത്തിലെത്തിയിരിക്കുകയാണ്. മാഷിന്റെ അവസ്ഥ കണ്ട് വിഷമത്തോടെ ഓടിച്ചെല്ലുകയാണ് അർച്ചന. എന്താ അച്ഛാ ഇത്, എന്താ പറ്റിയതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം കമല അവരോടായി പറയുന്നു. എന്റെ മോനെ കിട്ടിയിരുന്നെങ്കിൽ അവർ കൊന്നേനെ അച്ചു, ഞാനിനി എന്താ ചെയ്യുക എന്ന് വിഷമത്തോടെ ചോദിക്കുകയാണ് കമല. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. പോലീസിലും രാഷ്ട്രീയത്തിലുമൊക്കെ തന്നെ അവർക്ക് നല്ല പിടിപാടാണുള്ളതെന്ന് സച്ചി പറയുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ അനുപമോനെ എനിക്ക് രക്ഷിക്കണമെന്ന്, കൂടാതെ അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളാരും പിന്നെ ജീവനോടെ ഉണ്ടാകില്ലെന്നും വിഷമത്തോടെ പറയുകയാണ് മാഷ്. എത്ര വലിയ ഗുണ്ടയാണെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കില്ലല്ലോ അച്ഛാ എന്ന് അർച്ചന പറയുമ്പോൾ മീര മനസ്സിൽ പറയുകയാണ്, അവന്തിക പറഞ്ഞതെല്ലാം ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഏട്ടത്തി വിഷമിക്കേണ്ട, അനൂപേട്ടന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന് അർച്ചന പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് മീര. അവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല, ഗുണ്ടകളോ കൊള്ളക്കാരോ ആരെങ്കിലും ആകട്ടെ, എൻ്റെ അനൂപേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ അനൂപേട്ടനെ തിരികെ കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഡോക്ടർ അവന്തികയുടെയും സേതുമാധവന്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താണെങ്കിലും കൃത്യസമയത്ത് നിങ്ങളുടെ മരുമകൾ ബ്ലഡ് എന്നതുകൊണ്ട് മാത്രമാ നിങ്ങളുടെ മകനിപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ചു നാളത്തേക്ക് അയാൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോണറിനെയും നിങ്ങൾ കണ്ടെത്തണം. വളരെ റെയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കിട്ടാനും പ്രയാസമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മരുമകളെ തന്നെ ഡോണറാക്കേണ്ടതായി വരും. എന്താണെങ്കിലും നന്ദിയെല്ലാം മരുമകളോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് പോകുമ്പോൾ എന്താണെങ്കിലും ഡോക്ടറിന്റെ ജോലി എളുപ്പമാക്കിയെന്ന് മനസ്സിൽ പറയുകയാണ് അവന്തിക. എനിക്ക് വിലപേശാൻ ഇത് മാത്രം മതിയെന്ന് അവന്തിക മനസ്സിൽ പറയുമ്പോഴാണ് സേതുമാധവൻ അവന്തികയോട് പറയുന്നത്, മോളെ, എൻ്റെ മകനെ നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനുവേണ്ടി നിനക്ക് എന്ത് തരാനും എനിക്ക് സമ്മതമാണ്. അച്ഛൻ വിഷമിക്കേണ്ട, നന്ദേട്ടന് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നന്ദേട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും. അച്ഛൻ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തരണ്ട, മൂത്ത മരുമകളെന്ന സ്നേഹം മാത്രം എനിക്ക് തന്നാൽ മതി. പിന്നെ ഈ അവസ്ഥയിൽ പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ അച്ഛനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അവന്തിക തൻ്റെ കയ്യിലുള്ള താലിമാല സേതുവിനെ കാണിക്കുകയാണ്. ഇത് നന്ദേട്ടന്റെ പോക്കറ്റിൽ നിന്നാ എനിക്ക് കിട്ടിയത്. അച്ഛാ, നന്ദേട്ടന് മറ്റേതോ ഒരു പെണ്ണുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ആ പെണ്ണിനെ താലി കെട്ടാനായി ക്ഷേത്രത്തിലേക്ക് പോകും വഴിയാണ് ഈ അപകടം ഉണ്ടായത് തന്നെ. എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്താൻ മോളെ എന്ന് സേതു പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എല്ലാ പെണ്ണുങ്ങളെപ്പോലെയും എനിക്കും ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹം ഉണ്ടാകില്ല അച്ഛാ. അതിനും വിലങ്ങുതടിയായി തന്നെയാണ് നന്ദേട്ടനും നിന്നിട്ടുള്ളത്. മോള് വിഷമിക്കേണ്ട, എല്ലാ പ്രശ്നങ്ങൾക്കും അച്ഛൻ പരിഹാരം കാണാമെന്ന് സേതു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, അർച്ചനെ നീ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ അവന്തികയുടെ കളി. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും കൂടി കാറിൽ പോകുന്നതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് നിയമത്തിന്റെ സഹായം തേടണമെന്ന് അർച്ചന പറയുമ്പോൾ അവര് ഒരു കോംപ്രമൈസിന് തയ്യാറായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലതെന്ന് സച്ചിയും പറയുന്നു. അതേസമയം ഒരു വണ്ടി അവരുടെ വണ്ടിക്ക് കുറുകെ കൊണ്ട് നിർത്തുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.